ഇപ്രാവശ്യം മുംബൈ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. പാണ്ഡ്യ ക്യാപ്റ്റനായിട്ടും മുംബൈ ടീമിന് യാതൊരു മെച്ചവുമില്ല. ഇതിനേക്കാൾ നല്ലത് രോഹിത് ശർമ്മയായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് രാജസ്ഥാന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഒരു മത്സരത്തിൽ മാത്രമാണ് രാജസ്ഥാൻ ഇതുവരെ തോറ്റിട്ടുള്ളൂ. അത്രയും മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ ടീമിലെ താരങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഇതാ മുംബൈ ടീം തോറ്റ ശേഷം പൊള്ളാടും മല്ലിങ്കയും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം അങ്ങനെ അടുത്തൊരു മത്സരം തോറ്റിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം പൊള്ളാടും മല്ലിങ്കയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീമിന് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. രാജസ്ഥാനെ പോലെ ഒരു മികച്ച ടീമിനെതിരെ 200+ ടാർഗറ്റ് ആവശ്യമാണ്. അത് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. അദ്ദേഹത്തിനെതിരെ കളിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധി ആവശ്യമാണ്. മികച്ച തന്ത്രങ്ങളാണ് സഞ്ജു ക്യാപ്റ്റൻസിയിൽ കാഴ്ചവെക്കുന്നത്. ഒരു വട്ടം രാജസ്ഥാനെതിരെ മുംബൈ ടീം തോറ്റതാണ്. വീണ്ടും അതേ പിഴവ് തന്നെ മുംബൈ ടീം ആവർത്തിച്ചു. ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗ് തന്നെ മുംബൈ ടീമിന് അടിപതറി. അതുപോലെ സൂര്യ പെട്ടെന്ന് ഔട്ടായതാണ് പണിയായത്. രാജസ്ഥാനെ പോലെ ഇത്ര മികച്ച ഒരു ടീമിനെ ഈ IPL കണ്ടിട്ടില്ല. അതുപോലെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും. കളി മുംബൈ തോറ്റാലും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെയാണ് മുംബൈ ടീമിന് ഇപ്പോൾ ആവശ്യം. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. തെറ്റുകൾ കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരുമെന്ന് പൊള്ളാടും മല്ലിങ്കയും വ്യക്തമാക്കി. മുംബൈ ടീമിൽ ഇപ്പോൾ പഴയതുപോലെ എല്ലാ താരങ്ങളും ഒരുമിച്ച് കളിക്കുന്നില്ല. ചില മാച്ചിൽ ചില താരങ്ങൾ ഫോമാകുന്നു. പണ്ട് മുംബൈ ടീം ഒരു ഫാമിലിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇതേ സമയം തന്നെ സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. രാജസ്ഥാൻ ടീം ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു ക്യാപ്റ്റനായ ശേഷം രാജസ്ഥാൻ ടീം വെച്ചടി കയറ്റമാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.